എല്ലാവർക്കും നമസ്കാരം. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് യൂണിറ്റായ മെഡീവൽ ഇന്ത്യ എന്നുള്ള പാഠഭാഗത്തിൻ്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് വിജയനഗര റൂളിനെ പറ്റിയിട്ടാണ്. ഇതുവരെ നമ്മൾ മുഗൾ ഡൈനാസ്റ്റിയെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ നോക്കാം, പേജ് നമ്പർ 18, ദ വിജയനഗര റൂൾ. Hope you have learned about the Mughal dynasty that ruled Delhi during the medieval period. Different dynasties existed in South India also during this period. The most prominent among them was the Vijayanagara kingdom. അതായത് നമ്മൾ മുഗൾ ഡൈനാസ്റ്റിയെ പറ്റിയാണ് പഠിച്ചത്. അത് എവിടെയായിരുന്നു നമ്മുടെ അതിൻ്റെ ഭരണകേന്ദ്രം എന്നൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ള ഡൈനാസ്റ്റികളുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റി ആയിരുന്നു വിജയനഗര കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ്റ്റൻഡ് റീഡിംഗ് പോലൊരു ഭാഗം തന്നിരിക്കുന്നു. എക്സ്റ്റൻഡ് റീഡിംഗ് അല്ല എങ്കിലും ബ്രാക്കറ്റിലായിട്ട് ബോക്സിലായിട്ട് തന്നിരിക്കുന്നതാണ്. നോക്കാം, വിജയനഗര ആൻഡ് ഹംപി. വിജയനഗര സിറ്റി ഓഫ് വിക്ടറി വാസ് ദ നെയിം ഓഫ് ബോത്ത് എ സിറ്റി ആൻഡ് എ കിങ്ഡം. അതായത് വിജയനഗര എന്ന് പറയുന്നത് ഒരേ സമയം സിറ്റിയുടെയും അവരുടെ കിങ്ഡത്തിൻ്റെയും പേരായിരുന്നു. അപ്പോൾ ആ വിജയനഗര എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ സിറ്റി ഓഫ് വിക്ടറി എന്നാണ്. അതായത് വിജയിക്കുന്ന സിറ്റി അല്ലെങ്കിൽ വിജയിച്ച സിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. ദ സിറ്റി വാസ് ഡിസ്ട്രോയിഡ് ഇൻ 1565 CE ആൻഡ് റിമെയിൻഡ് ഓൺലി ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ. അതായത് ഈ സിറ്റി ഡിസ്ട്രോയ് ചെയ്ത്, അതായത് നശിച്ചു പോയത് എന്നാണ് 1567. അത് ആളുകളുടെ മനസ്സിൽ ഇത് നിലനിൽക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു സിറ്റിയെ പറ്റിയുള്ള ഓർമ്മ. ഇറ്റ് റിമെയിൻഡ് ഇൻ ദെയർ പോപ്പുലർ മെമ്മറി ആസ് ഹംപി. അതായത് അവർക്ക് ഈ സിറ്റിയെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ അവർക്ക് അറിയപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹംപി എന്നാണ്. ദ റൂയിൻസ് ഓഫ് ഹംപി വാസ് ഡിസ്കവേർഡ് ഇൻ 1800 ബൈ കേണൽ മക്കൻസി ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഓഫീസർ. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസറായ മക്കൻസിയാണ് 1800 ഈ ഹംപി കണ്ടെടുത്തുന്നത്, വീണ്ടും ഭൂമിക്കടിയിൽ നിന്നും മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തുന്നത്. ദിസ് ഡിസ്കവറി ഡ്രോ ദ അറ്റൻഷൻ ഓഫ് ദ റിസർച്ച് ടു ദ ഹിസ്റ്ററി ഓഫ് വിജയനഗര. അപ്പോൾ ഇതാണ് വിജയനഗര കിങ്ഡത്തെ പറ്റിയിട്ടുള്ള അതിൻ്റെ പഠനത്തെ പറ്റിയൊക്കെ ഉള്ള ഒരു കാരണമാവുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മാപ്പ് വന്നിരിക്കുന്നു. അതിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് വിജയനഗര കിങ്ഡം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിനോട് ചേർത്ത് തന്നെ നമുക്ക് ഇന്ത്യയുടെ മാപ്പോട് വെക്കാം. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിയാട്ടെ. അപ്പോൾ പേജ് നമ്പർ 19 നമുക്ക് അതിൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ലിസ്റ്റ് ഔട്ട് ദ പ്രസൻറ്റ് ഡേ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡ് ദ സിറ്റി ഓഫ് വിജയനഗര ഫ്രം ദ എബോവ് മാപ്പ്. അതായത് ഈ മാപ്പിൽ നോക്കിയിട്ട് ഇപ്പോൾ എവിടെയാണ് ഏത് സ്റ്റേറ്റിലൊക്കെയാണ് വിജയനഗര കിങ്ഡം ഉള്ളതെന്ന് കണ്ടെത്താനാണ്. അപ്പോൾ നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. കർണാടകയുണ്ട്, തെലുങ്കാനയുണ്ട്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഇത്രയും ഭാഗങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ടും ഇത് വ്യാപിച്ചു കിടക്കുന്നത്. അടുത്തതായിട്ട് കിങ്സ് ഓഫ് വിജയനഗര, അതായത് വിജയനഗര കിങ്ഡത്തിലെ രാജാക്കന്മാരൊക്കെ ഏതൊക്കെയാണ് നോക്കാം. വിജയനഗര കിങ്ഡത്തിലെ ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സംഗമ ഡൈനാസ്റ്റി, സലുവ ഡൈനാസ്റ്റി, തലുവ ഡൈനാസ്റ്റി, അതുപോലെ തന്നെ അരവിദു ഡൈനാസ്റ്റി. അത് നോക്കാം. സംഗമ ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട 2 രാജാക്കന്മാരാണ് ഹരിഹര, ബുക്ക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുതന്നെ സലുവ ഡൈനാസ്റ്റിയിലെയാണ് നരസിംഹ സലുവ. അടുത്തായിട്ട് തുളുവ ഡൈനാസ്റ്റിയിലെയാണ് വീരനരസിംഹ കൃഷ്ണദേവരായ. അതുപോലെ അരവിദു ഡൈനാസ്റ്റിയാണ് തിരുമല വെങ്കിട്ട ഫസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് 4 ഡൈനാസ്റ്റികളും അവിടുത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ. അത് പേര് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ താഴത്ത് നോക്കാം. ദ വിജയനഗര വാസ് ഫോംഡ് ഇൻ 1336 CE ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. അപ്പോൾ അത് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. വിജയനഗര എന്ന് പറയുന്ന ഡൈനാസ്റ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ഹരിഹരനും ബുക്കനുമാണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വിജയനഗര വാസ് ഫോംഡ് ഇൻ 1336 CE ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. കൃഷ്ണദേവരായ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഇൻ ദ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. അതായത് വിജയനഗരയിലെ ഏറ്റവും പവർഫുൾ അല്ലെങ്കിൽ വെൽത്തി കിങ്ഡം ആയിട്ടുള്ള വിജയനഗരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള റൂളർ എന്ന് പറയുന്നത് കൃഷ്ണദേവരായാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1509 തൊട്ട് 1529 വരെയാണ്. ലെറ്റ്സ് നോട്ട് ദ വേർഡ്സ് ഇൻ ദ യൂറോപ്യൻ ട്രാവലർ ബർബോസ അബൌട്ട് ഹിം. അതായത് ബർബോസ എന്ന് പറയുന്ന യൂറോപ്യൻ ട്രാവലർ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആരെ പറ്റി? കൃഷ്ണദേവരായെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി താഴെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ്? ഈ കൃഷ്ണദേവരായയുടെ കാലഘട്ടത്തിലെ വിജയനഗര കിങ്ഡത്തിലെത്തിയ പ്രധാനപ്പെട്ട ഒരു ട്രാവലർ, യൂറോപ്യൻ ട്രാവലറിൻ്റെ പേര് ചോദിക്കാം. അത് ബർബോസയാണ്. എന്താണ്? ബർബോസ. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴത്തെ നോക്കാം. The king allowed such freedom that anyone, irrespective of being Christian, Jew, Moor or heathen, can come and go and live according to his creed without being annoyed in any way. Equally was
എൻഷുർഡ് ബൈ ദ ജുഡീഷ്യൽ സിസ്റ്റം പ്രസൻറ്റ് ദെയർ. അതായത് അന്ന് അവിടെ ഉണ്ടായിരുന്ന രീതി അനുസരിച്ച് ഏത് മതത്തിൽപ്പെട്ട ആൾക്കും, അത് ക്രിസ്ത്യൻ ആയാലും ജൂ ആയാലും മൂറായാലും ഹീതനായാലും ആർക്കാണെങ്കിലും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അവരവരുടെ മതത്തിൻ്റെ രീതികളനുസരിച്ച് ജീവിക്കാനും അവരെല്ലാവരും ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരേപോലെയാണ് എന്നാണ് ബർബോസ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് പോർച്ചുഗീസ് ട്രാവലറാണ് ഹു വിസിറ്റഡ് ഇൻ ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് ട്രാവലറാണ്. അപ്പോൾ അടുത്ത് നോക്കാം. ദ റൈജിൻ ഓഫ് കൃഷ്ണദേവരായ വാസ് എ പീരീഡ് ഓഫ് ഇമ്പീരിയൽ എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംപയർ. അതായത് കൃഷ്ണദേവരായയുടെ കാലഘട്ടത്തിൽ രാജ്യം വളരെ വിസ്തൃതമാവുകയും വളരെ പുരോഗതി പ്രാപിക്കുകയും ചെയ്തു. ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക് വാസ് ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ഹിസ് റൈജിൻ. അതായത് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എപാർട്ട് ഫ്രം കൺസ്ട്രക്റ്റിംഗ് മോർ ഫെസിലിറ്റീസ് ഇൻ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഹംപി. അതായത് ഹംപി എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ അദ്ദേഹം ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻ നടത്തുമ്പോടൊപ്പം തന്നെ ഹി ഓൾസോ ബിൽഡ് ന്യൂ ഫോർട്ട്സ്, പാലസസ് ആൻഡ് ടെമ്പിൾസ്. അതായത് പുതിയ ബിൽഡിങ്ങുകൾ, ഫോർട്ടുകൾ, കോട്ടകൾ, പാലസ്, കൊട്ടാരങ്ങൾ, ടെമ്പിളുകൾ ഒക്കെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചോദ്യം ഉണ്ട്. അതായത് ക്യാപിറ്റൽ സിറ്റി ഓഫ് ഹംപി, അതായത് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഹംപിയാണ്. അവരുടെ വിജയനഗരയുടെ അല്ലെങ്കിൽ കൃഷ്ണദേവരായയുടെ ഒക്കെ ക്യാപിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്നത് ഹംപിയാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ഹിസ് ഫെയിം വാസ് റിലീജിയസ് ടോളറൻസ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റിലീജിയസ് ടോളറൻസ് ആണ്. എല്ലാ മതങ്ങളോടും ഒരേപോലെ അല്ലെങ്കിൽ മതസഹിഷ്ണുതയോടുകൂടി പെരുമാറുക, അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓൾ റിലീജിയൻസ് വെയർ ട്രീറ്റഡ് ഈക്വലി ബൈ ഹിം. എല്ലാ മതങ്ങളെയും അദ്ദേഹം ഒരേപോലെയാണ് പരിഗണിച്ചിരുന്നത്. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ് വെയർ അലൗഡ് ടു ഫോളോ ദെയർ ബിലീഫ്സ് ഫ്രീലി. അതായത് പല മതത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങൾ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്പിയേഴ്സ് ഓൾസോ വിറ്റ്നസ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് അണ്ടർ കൃഷ്ണദേവരായ. അതായത് ആർട്ടിനും കലകൾക്കും ലിറ്ററേച്ചർ സാഹിത്യത്തിനും അതുപോലെ തന്നെ കൾച്ചറൽ സ്പിയേഴ്സ് അതായത് സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ റിമാർക്കബിൾ പ്രോഗ്രസ് ആണ്. അതായത് നല്ല കാണത്തക്ക രീതിയിലുള്ള, നല്ല അടുത്ത് കാണത്തക്ക രീതിയിലുള്ള പ്രോഗ്രസ്സുകളാണ് ഉണ്ടായിട്ടുള്ളത് ഈ കൃഷ്ണദേവരായയുടെ കാലത്തിൽ. ഹി ഹാഡ് എക്സ്ട്രാ ഓർഡിനറി ഇറിഡക്ഷൻ ആൻഡ് ഓതേഡ് ദ വർക്ക് അമുക്തമാല്യത ആൻഡ് ജാമ്പവതി കല്യാണം. അദ്ദേഹം ഈ കൃഷ്ണദേവരായ എന്ന് പറയുന്നത് ഒരു ഈ ലിറ്ററേച്ചറിലൊക്കെ നല്ല താല്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് അമുക്തമാല്യത ആൻഡ് ജാമ്പവതി കല്യാണം. ഹി പ്രൊമോട്ടഡ് തെലുങ്ക്, കന്നഡ ആൻഡ് തമിഴ് ലിറ്ററേച്ചർ. അദ്ദേഹം തെലുങ്ക് ലിറ്ററേച്ചറും കന്നഡ ലിറ്ററേച്ചറും തമിഴ് ലിറ്ററേച്ചറിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സ്കോളേഴ്സ് നോൺ ആസ് അഷ്ടദിഗജാസ് അഡോൺഡ് ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ. കൃഷ്ണദേവരായയുടെ കൊട്ടാരത്തിനെ അലങ്കരിച്ചിട്ടുള്ള ആളുകളെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അലങ്കരിച്ചിട്ടുള്ള മന്ത്രിമാരാണ് അഷ്ടദിഗജാസ് എന്ന് പറയും, അല്ലെങ്കിൽ പണ്ഡിതരെയാണ് അഷ്ടദിഗജാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. കൃഷ്ണദേവരായെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന്, ക്യാപിറ്റൽ സിറ്റി ഏതാണ്? ഹംപി ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് റിലീജിയസ് ടോളറൻസിനെ പറ്റി ചോദിക്കുക, അന്നേരം ഇത് എഴുതണം. ഏതാണ്? ഓൾ റിലീജിയസ് വെയർ ട്രീറ്റഡ് ഈക്വലി ബൈ ഹിം. ദ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ് വെയർ അലൗഡ് ടു ഫോളോ ദെയർ ബിലീഫ്സ് ഫ്രീലി. അപ്പോൾ എല്ലാ മതങ്ങളെയും ഒരേപോലെയാണ് കണ്ടത്. എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകൾക്കും അവർക്ക് ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണ്? അദ്ദേഹത്തിൻ്റെ 2 ബുക്കുകളാണ്. ഒന്ന് അമുക്തമാല്യത, അതുപോലെ തന്നെ ജാമ്പവതി കല്യാണം, അതും പഠിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന ആളുകളാണ് അഷ്ടദിഗ്ഗജാസ് എന്ന് പറയും, അഷ്ടദിഗ്ഗജാസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നത്, പ്രിപ്പയർ എ നോട്ട് ബൈ കമ്പയറിംഗ് ദ റിലീജിയസ് പോളിസീസ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. അക്ബറിൻ്റെയും കൃഷ്ണദേവരായയുടെയും റിലീജിയസ് പോളിസീസ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അക്ബറിൻ്റേത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഇബാദത്ത് ഖാനയൊക്കെ ചേർത്തുള്ള ഭാഗമാണ്, അത് എഴുതുക. അതോടൊപ്പം തന്നെ ഇപ്പം പറഞ്ഞ ഈ അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ടോളറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് ചേർത്ത് എഴുതുക. അടുത്തതായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. അതായത് വിജയനഗരയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയാണ്? മൊണാർക്കി പ്രിവീൽഡ് ഇൻ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓൾസോ. അതായത് മൊണാർക്കിയാണ് അവിടെ ഉണ്ടായിരുന്നത്, രാജഭരണമാണ് ഉണ്ടായിരുന്നത്. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻടു മണ്ഡലം, അതായത് പ്രൊവിഡൻസ്, നാട് ഡിസ്ട്രിക്ട്സ്, സ്ഥല സബ് ഡിസ്ട്രിക്ട് ആൻഡ് ഗ്രാമ വില്ലേജസ്. ഭരണ സംവിധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭരണ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തേത് മണ്ഡലം. മണ്ഡലം എന്ന് പറയുന്നത് പ്രൊവിൻസസ് ആണ്, പ്രവിശ്യകളെന്ന് പറയും. അതുപോലെ തന്നെ നാട്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട്സ്, ജില്ലകളിലെ, അത് തന്നെ. അടുത്തതായിട്ട് സ്ഥലയാണ്. സ്ഥല എന്ന് പറയുന്നത് സബ് ഡിസ്ട്രിക്ട്സ് ആണ്, സബ് ജില്ലകൾ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഗ്രാമ എന്ന് പറഞ്ഞാൽ വില്ലേജുകൾ. ദർ വാസ് ക്യാബിനറ്റ് ടു ഹെൽപ്പ് ദ കിങ്, അതായത്
കിങ്ങിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാബിനറ്റ് ഉണ്ട്, ഒരു മന്ത്രിസഭയുണ്ട്. ദ കിങ് ഹാഡ് ദ പവർ ടു ഡിമോട്ട് ആൻഡ് പണിഷ് മിനിസ്റ്റേഴ്സ്. അതായത് രാജാവിന് ഈ മന്ത്രിമാരെ ഡിമോട്ട് ചെയ്യാനും, അതായത് തരം താഴ്ത്താനും, പണിഷ് ചെയ്യാനും, അതായത് അവരെ ശിക്ഷിക്കാനും ഒക്കെയുള്ള അവകാശം ഉണ്ട്. ദെയർ വാസ് കോർട്സ് അറ്റ് വേരിയസ് ലെവൽ ഓഫ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അതായത് അഡ്മിനിസ്ട്രേഷൻ്റെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് എന്താണ് പല തരത്തിലുള്ള കോടതികളുണ്ട്. ദ അപ്പലേറ്റ് അതോറിറ്റി ഹാസ് ദ കിങ്സ് ഹിംസെൽഫ്. അതായത് ഇതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് അപ്പീൽ കൊടുക്കാനുള്ള, അല്ലെങ്കിൽ അതിന് നമുക്കൊരു വിധി, കോടതിയിൽ നിന്നൊരു വിധി കിട്ടി, അതിനെതിരായിട്ട് നമുക്കൊരു അപ്പീൽ കൊടുക്കാനുള്ള അവകാശം ഉള്ളത് അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കേണ്ടത് ആർക്കാണ്? രാജാവിനാണ്. മൈനർ ഒഫൻസസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട് വെയർ ഡെൽറ്റ് വിത്ത് ബൈ ദ വില്ലേജ് കോർട്ട് ദംസെൽഫ്. അതായത് ചെറിയ കുറ്റങ്ങൾ, മൈനറായിട്ടുള്ള ഒഫൻസസ്, ചെറിയ കുറ്റങ്ങൾ, അതുപോലെ തന്നെ ലേബർ ഡിസ്പ്യൂട്ട്, തൊഴിൽ തർക്കങ്ങൾ ഒക്കെ വില്ലേജ് കോർട്ടുകളിൽ തന്നെ അത് കൈകാര്യം ചെയ്യും. അപ്പോൾ ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മൊണാർക്കി പ്രിവെയിൽഡ് ഇൻ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓൾസോ. അതായത് മൊണാർക്കിയാണ് വിജയനഗരത്തിൽ, രാജഭരണമാണ് ഉണ്ടായിരുന്നത്. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണത്തിന് വേണ്ടിയിട്ട് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു മണ്ഡലം, നാട്, സ്ഥല ആൻഡ് ഗ്രാമ. രാജ്യത്തിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മണ്ഡലമെന്നും, നാടെന്നും, സ്ഥലമെന്നും, ഗ്രാമമെന്നും. അതുപോലെ തന്നെ ദെയർ വാസ് ക്യാബിനറ്റ് ടു ഹെൽപ്പ് ദ കിങ്. രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ക്യാബിനറ്റ് ഉണ്ട്. ദ കിങ് ഹാഡ് ദ പവർ ടു ഡിമോട്ട് ആൻഡ് പണിഷ് മിനിസ്റ്റേഴ്സ്. കിങ്ങിന് ഈ മിനിസ്റ്റേഴ്സിനെ ഡിമോട്ട് ചെയ്യാനും പണിഷ് ചെയ്യാനും ഒക്കെയുള്ള അധികാരമുണ്ട്. ദെയർ വെയർ കോർട്സ് അറ്റ് വേരിയസ് ലെവൽസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസിന് വേണ്ടിയിട്ട്, നീതി നിർവഹണത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കോടതികളുണ്ട്. ദ അപ്പീലേറ്റ് അതോറിറ്റി വാസ് ദ കിങ് ഹിംസെൽഫ്. കിങ് തന്നെയാണ് അതിൻ്റെ അപ്പീലേറ്റ് അതോറിറ്റി. അതുപോലെ മൈനർ ഒഫൻസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട് വെയർ ഡെൽറ്റ് ബൈ ദ വില്ലേജ് കോർട്ട് ദംസെൽഫ്. അതായത് ചെറിയ കുറ്റങ്ങൾ അല്ലെങ്കിൽ ലേബർ ഡിസ്പ്യൂട്ട്, തൊഴിൽ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നത് വില്ലേജ് കോർട്ടുകളിൽ തന്നെയാണ്. അടുത്തതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അത് അമരനായകാസ് ആണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തതാണ്. അപ്പോൾ നോക്കാം. നായകാസ് ആൻഡ് അമരനായകാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിജയനഗര. അതായത് വിജയനഗരയിലെ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നായകാസ് അല്ലെങ്കിൽ അമരനായകാസ് ആണ്. ദ മിലിറ്ററി കമാൻഡേഴ്സ് വെയർ നോൺ ആസ് അമരനായകാസ്. മിലിറ്ററി കമാൻഡിനെ അറിയപ്പെടുന്നതാണ് അമരനായകാസ് എന്ന് പറയും. ദ കിങ് അലൗഡ് ലാൻഡ് നോൺ ആസ് അമര ടു ദം. അതായത് രാജാവ് ഇവർക്ക് സ്ഥലം കൊടുക്കും. എന്താണ് ആ കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് അമര എന്ന് പറയുന്നത്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരിയഡ് ഔട്ട് ബൈ അമരനായകാസ്. ആ കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ, അതായത് കുറേ സ്ഥലങ്ങൾ ഈ എന്താണ് മിലിറ്ററി ഓഫീസേഴ്സിന് കൊടുക്കും. ആ സ്ഥലങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ, ഭരണം നടത്തേണ്ടത് ആരാണ്? അമരനായകാസ് ആണ്. അമരനായകാസ് ഹാഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സ് ഫ്രോം ദീസ് ഏരിയാസ്. ആ ഭാഗങ്ങളിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അമരനായകാസിനാണ് ഉള്ളത്. ദ അമരനായകാസ് പെയ്ഡ് എ ഫിക്സഡ് എമൗണ്ട് ടു കിങ്. അതായത് അമരനായകാസ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട്, ഒരു നിശ്ചിത തുക എപ്പോഴും രാജാവിന് അടച്ചുകൊണ്ടിരിക്കണം. ദേ ഓൾസോ മെയിൻറ്റെയിൻഡ് എ സർട്ടൻ നമ്പർ ഓഫ് ഫുട്ട് സോൾജേഴ്സ്, അതായത് ഇൻഫൻട്രി, ഹോഴ്സസ് ആൻഡ് എലിഫൻറ്റ്. അവർ ഈ അമരനായകാസ് എന്ത് ചെയ്യണം? ഒരു നിശ്ചിത എണ്ണം സോൾജിയേഴ്സിനെ, പട്ടാളക്കാരെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ഹോഴ്സുകളെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ എലിഫൻറ്റുകളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ദിസ് സിസ്റ്റം വാസ് നോൺ ആസ് അമരനായക സിസ്റ്റം. ഇതിനെയാണ് അമരനായക സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അമരനായക സിസ്റ്റം ഒന്നുകൂടെ നോക്കാം. Amaras and Amaranayagas played an important role in the administration of Vijayanagara. The military commanders were known as Amaranayagas. The king allowed land as Amara to them. The administration of Amara was carried out by Amaranayagas. Amaranayaga had the right to collect taxes from these areas. The Amaranayagas paid a fixed amount to the king. They also maintained certain number of foot soldiers, horses and elephants. This system was called the Amaranayaga system. അപ്പോൾ ഇതിനെയാണ് അമരനായിക സിസ്റ്റം എന്ന് പറയും. ഇത് നമ്മുടെ മൻസബ്ദാരി പോലെ തന്നെയാണ്, നമ്മൾ നേരത്തെ പഠിച്ച മൻസബ്ദാരി സിസ്റ്റം പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, കമ്പയർ ആൻഡ് ലിസ്റ്റ് മൻസബ്ദാരി അമരനായിക പ്രാക്ടീസസ്. അടുത്തതായി സോഷ്യോ എക്കണോമിക് കണ്ടീഷനാണ്. വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് കാസ്റ്റ് ആൻഡ് റിലീജിയസ്. അതായത് വിജയനഗര സിറ്റിയിൽ പല തരത്തിലുള്ള, പല മതത്തിലും പല ജാതിയിലുമുള്ള ആളുകളുണ്ട്. ബ്രാഹ്മിൻസ് വെയർ ഡൊമിനൻറ്റ് ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി. അവിടെ പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത്, ഡൊമിനൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് ആണ്. ദേ വെയർ എൻറ്റൈറ്റിൽഡ് ടു ദ റവന്യൂ ഫ്രം ദ ലാൻഡ് അലോട്ടഡ് ടു ദ ടെമ്പിൾസ്. അതായത് അമ്പലം നിൽക്കുന്ന, അതായത് ടെമ്പിൾ നിൽക്കുന്ന ഭാഗമാണ് ഈ ബ്രാഹ്മിൻസിന് ഉള്ളത്. അവർക്ക് അവിടെ നിന്ന് റവന്യൂ ശേഖരിക്കുകയാണ്. ഇപ്പോൾ അമ്പലത്തിലെ വരുമാനമോ മറ്റ് അവരുടെ വസ്തുവകളിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിനുള്ള അധികാരം ബ്രാഹ്മിൻസിനുണ്ട്. ബ്രാഹ്മിൻസ് യൂസ്ഡ് ടു ലീഡ് ദ റിച്വൽസ് ആൻഡ് റിലീജിയസ്
സെറിമണീസ് ഇൻ ദ ടെമ്പിൾ, അതായത് ബ്രാഹ്മിൺസ് ആണ് റിച്വൽസും റിലീജിയസും ഒക്കെ ആയിട്ടുള്ള, അതായത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം, അമ്പലത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് ബ്രാഹ്മിൺസ് ആണ്. അതർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വെയർ മെയിൻലി എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, അതായത് മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കൃഷിയാണ് അവർക്ക് പ്രധാനമായത്. അതുപോലെ തന്നെ ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്, കൃഷി, ട്രേഡ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഈ 3 ജോലികളാണ് മറ്റുള്ള ആളുകൾ ചെയ്യുന്നത്. കിങ്സ് എംപ്ലോയിഡ് വിമൻ ടു പ്രിപ്പയർ അക്കൗണ്ട്സ് ഓഫ് ദ റോയൽ പാലസ് ആൻഡ് ഡെക്കറേറ്റ് ഗാർഡൻ, അതായത് രാജാവ് സ്ത്രീകൾക്ക് ജോലി കൊടുത്തിരുന്നു. എവിടെയാണ്? പാലസിലെ അക്കൗണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഗാർഡനുകളൊക്കെ, അതായത് പൂന്തോട്ടങ്ങളൊക്കെ റെഡിയാക്കുന്നതിനും. അതുപോലെ തന്നെ പോളിഗാമി പ്രിവീൽഡ് എമംഗ് ദ വെൽത്തി, അതായത് സമ്പത്തുള്ള ആളുകൾക്കിടയിൽ ബഹുഭാര്യത്വം, അതാണ് പോളിഗാമി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള അവസ്ഥ. അപ്പോൾ അത് ഉണ്ടായിരുന്നു. അതുപോലെ ചൈൽഡ് മാരേജ് ആൻഡ് ദ പ്രാക്ടീസ് ഓഫ് സതി വെയർ ഓൾസോ പ്രിവിലൻറ്റ് ഇൻ ദ സൊസൈറ്റി, അതായത് ശൈശവവിവാഹവും സതിയുമൊക്കെ അവരുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അടുത്തായി ലെറ്റ്സ് റീഡ് എന്നുള്ള ഭാഗമാണ്. ഗോയിങ് ഫോർവേഡ് യു ഹാവ് എ ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. ഇൻ ദിസ് സ്ട്രീറ്റ് ലിവ് മെനി മെർച്ചൻറ്റ്സ് ആൻഡ് ദെയർ യു വിൽ ഫൈൻഡ് ഓൾ സോർട്ട് ഓഫ് റൂബീസ്, ഡയമണ്ട്സ് ആൻഡ് എമറാൾഡ്സ് ആൻഡ് പേൾസ് ആൻഡ് ക്ലോത്ത്സ് ദാറ്റ് യു മേ വിഷ് ടു ബൈ. ദെൻ എ ഫെയർ വേർ ദേ സെൽ ഹോഴ്സസ് ആൻഡ് ഓറഞ്ചസ് ആൻഡ് ഗ്രേപ്സ് ആൻഡ് വുഡ്. അതായത് ഇത് ഡൊമിംഗോ പയസ് എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് ട്രാവലർ വിജയനഗരയെ പറ്റി എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വിശാലവും മനോഹരവുമായിട്ടുള്ള ഒരു മാർക്കറ്റുണ്ട്, തെരുവുണ്ട്. ആ തെരുവിൽ നിരവധി കച്ചവടക്കാർ ജീവിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് റുബീസ്, അതായത് മാണിക്യവും ഡയമണ്ട്സ്, എമറാൾഡ്സ്, അതായത് മാരതകവും പവിഴവും മുത്തുകളും ഒക്കെ വാങ്ങാനായിട്ട് കഴിക്കും. അതുപോലെ തന്നെ അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടികൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുമ്പേ പറഞ്ഞ പോലെ ഡൊമിംഗോ പൈസ് എന്ന് പറയുന്ന പോർച്ചുഗീസ് ട്രാവലർ വിജയനഗര സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രാക്കുറിപ്പിൽ എഴുതിയാണ്. അപ്പോൾ അടുത്ത് നോക്കാം. ഹോപ്പ് യു ഹാവ് റീഡ് ദ ട്രാവലേഴ്സ് ഗിവൺ എബോ. അപ്പം മുകളിൽ തന്നിരിക്കുന്ന ട്രാവലേഴ്സിൻ്റെ അത് നിങ്ങൾ വായിച്ചല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Many travels who visited that country reached the grandeur and richness of വിജയനഗര. അതായത് ഈ ഒരുപാട് ട്രാവലേഴ്സ് ഇതുപോലെ വന്നിട്ടുണ്ട്. അവരിവിടുത്തെ റിച്ച്നെസ്സും ഒക്കെ കണ്ട് അതിനെപ്പറ്റിയൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ദ മെയിൻ ഒക്കുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ വാസ് അഗ്രികൾച്ചർ, അതായത് വിജയനഗരയിലെ ആളുകളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. അപ്പോൾ നമുക്ക് മെയിൻ ഒക്കുപ്പേഷൻ ഓഫ് ദ വിജയനഗര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അഗ്രികൾച്ചറാണ്. അടുത്തത് സിൽക്ക് ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് വെയർ കോമൺലി യൂസ്ഡ്. സിൽക്കും കോട്ടൺ ക്ലോത്ത്സുകളാണ് സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇറിഗേഷൻ വാസ് പ്രൊവൈഡഡ് ഇൻ ദ arid areas around the Vijayanagara. The Kamalapuram Lake, constructed in the 15th century CE, ഹിരിയങ്കൽ ആൻഡ് ദ ഡാം അക്രോസ് ദ തുംഗഭദ്ര റിവർ സ്ട്രെങ്തൻ ദ അഗ്രികൾച്ചർ സെക്ടർ. അതായത് അഗ്രികൾച്ചർ സെക്ടറിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, ശക്തി കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്? ആക്ടിവിറ്റീസ് ടു സ്ട്രെങ്തൻ ദ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അത് പ്രധാനമായിട്ടും പഠിക്കേണ്ടതാണ്. എന്താണ്? ഇറിഗേഷൻ വാസ് പ്രൊവൈഡഡ് ഇൻ ദ എറൈഡ് ഏരിയാസ് അറൗണ്ട് ദ വിജയനഗര. വിജയനഗരയ്ക്ക് ചുറ്റുമുള്ള വരണ്ട പ്രദേശങ്ങളിലൊക്കെ ഇറിഗേഷൻ ഫെസിലിറ്റികൾ, കനാലുകളൊക്കെ നിർമ്മിക്കാറുണ്ട്. ദ കമലപുരം ലേക്ക് കൺസ്ട്രക്റ്റഡ് ഇൻ ദ 15th century CE. കമലപുരം എന്ന് പറയുന്ന ഒരു ലേക്ക് 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിയ കനാൽ ആൻഡ് ദ ഡാം അക്രോസ് ദ തുംഗഭദ്ര റിവർ സ്ട്രെങ്തൻ ദ അഗ്രികൾച്ചർ സെക്ടർ. അതായത് ഹരിയ കനാൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ തുംഗഭദ്ര നദിക്ക് കുറുകെയുള്ള ഡാമുകളും കൃഷിയെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃഷിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ കൃഷിയുടെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട്, അഗ്രികൾച്ചറിൻ്റെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വിജയനഗരയിൽ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. അടുത്തത്, ദ ലാൻഡ് വാസ് സർവേഡ് ആൻഡ് ടാക്സ്ഡ് അക്കോർഡിംഗ് ടു പ്രൊഡക്ടിവിറ്റി. അതായത് ലാൻഡിനെ സർവേ ചെയ്ത് ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഇവിടുത്തെ പ്രൊഡക്ടിവിറ്റി, അവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ഉൽപ്പാദന നിരക്കനുസരിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പാർട്ട് ഫ്രോം ലാൻഡ് ടാക്സ്, ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെൻറ് വെയർ പ്രൊഫഷണൽ ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ലൈസൻസ് ഫീ ഓഫ് വേരിയസ് കൈൻഡ് ആൻഡ് ഫൈൻസ് ഇമ്പോസ്ഡ് ബൈ കോർട്സ്. അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട സോഴ്സസ് ഓഫ് ഇൻകം ആണ്. അതായത് വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് റവന്യൂ, അല്ലെങ്കിൽ അവിടുത്തെ ഇൻകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എഴുതാം. എന്താണ്? ലാൻഡ് ടാക്സ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ലാൻഡ് ടാക്സ് ആണ്. അതുകൂടാതെ പ്രൊഫഷണൽ ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ലൈസൻസ് ഫീ ഓഫ് വേരിയസ് കൈൻഡ്സ്, അതായത് പ്രൊഫഷണൽ ടാക്സ് തൊഴിൽക്കരം, ബിൽഡിംഗ് ടാക്സ് വീട്ടുകരം, അതുപോലെ ലൈസൻസ് ഫീസ്, അതായത് പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ, കടകളോ കച്ചവടങ്ങളോ ഒക്കെ
ആരംഭിക്കുമ്പോഴൊക്കെയുള്ള ലൈസൻസ് ഫീസുകൾ ഒക്കെയാണ് അവിടുത്തെ പ്രധാന സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ അവിടുത്തെ പ്രധാന സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണ്? മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ലാൻഡ് ടാക്സ് ആണ്. അത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ടാക്സും ബിൽഡിംഗ് ടാക്സും ലൈസൻസ് ഫീസും ഒക്കെയാണ് ഉള്ളത്. അടുത്തതായിട്ട് വിജയനഗര ഡെവലപ്ഡ് ഇൻ ടു മേജർ ട്രേഡിംഗ് സെൻറ്റേഴ്സ്. Traders from different parts of the India and the world flocked to the famous city of വിജയനഗര. അതായത് വിജയനഗരയിൽ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ട്രേഡിംഗ് സെൻറ്ററുകളുണ്ട്, ഒരു കച്ചവട സ്ഥലം കൂടിയാണ്. ട്രേഡേഴ്സ് ഫ്രോം ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഇന്ത്യ ആൻഡ് ദ വേൾഡ്, അതായത് ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ കച്ചവടക്കാർ വിജയനഗരയിലെ ഫേമസ് ആയിട്ടുള്ള സിറ്റികളിൽ വരാറുണ്ട്. The rulers greatly encouraged foreign trade. അതായത് ഇവിടുത്തെ റൂളേഴ്സ് ഫോറിൻ ട്രേഡിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. The Portuguese and the Arabs had മോണോപ്പൊളി ഓവർ ദ ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡിലെ മോണോപ്പൊളി ആയിട്ടുള്ളത് അവിടുത്തെ അവിടുത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ആരാണ്? അറബ്സും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുമായിരുന്നു. ട്രേഡ് വെയർ ഓൾസോ ഡൺ വിത്ത് ചൈന ആൻഡ് ശ്രീലങ്ക. ചൈനക്കാരുമായിട്ടും ശ്രീലങ്കക്കാരുമായിട്ടും ട്രേഡ്സ് ഉണ്ടായിരുന്നു. അപ്പം ട്രേഡ് റിലേഷൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പറയാം. ഏതൊക്കെയാണ് വിജയനഗരക്കാർക്ക് ഏതെല്ലാം രാജ്യക്കാരുമായിട്ടായിരുന്നു ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസ്, അറബ്സ്, ചൈന, ശ്രീലങ്ക ഇവരൊക്കെ ആയിട്ടാണ് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നത്. അടുത്തത് ദ ട്രേഡ് ഓഫ് ഹോഴ്സസ് ബോട്ട് ഫ്രം അറേബ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ വാസ് മെയിൻലി ഡൺ ബൈ ദ അറബ്സ്. അതായത് ഇവിടുത്തെ ഹോഴ്സസിൻ്റെ കച്ചവടം, അതായത് അറേബ്യയിലെ സെൻട്രൽ ഏഷ്യയിൽ നിന്നൊക്കെയുള്ള ഹോഴ്സസിൻ്റെ കച്ചവടം അറബ്സാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഹോഴ്സസ് വെയർ ആൻ ഇമ്പോർട്ടൻറ്റ് ഐറ്റം ഓഫ് ട്രേഡ്. ഹോഴ്സസ് എന്ന് പറയുന്നത്, കുതിരകൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കച്ചവട ഐറ്റമാണ്. ലോക്കൽ ട്രേഡേഴ്സ് ഇൻവോൾവ് ഇൻ ഹോഴ്സ് ട്രേഡിംഗ് വെയർ നോൺ ആസ് കുതിരച്ചെട്ടീസ്. അതായത് ലോക്കൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള, അതായത് വിജയനഗരയിൽ തന്നെയുള്ള ലോക്കൽ ട്രേഡേഴ്സ് അവിടുത്തെ ഹോഴ്സുകളെ കച്ചവടം ചെയ്യുന്നത് അവരെ അറിയപ്പെടുന്നത് കുതിരച്ചട്ടീസ് എന്നാണ്. ഗ്രാജുവലി ദ പോർച്ചുഗീസ് പുഷ്ഡ് ഔട്ട് ദ അറബ്സ് ആൻഡ് ടു കൺട്രോൾ ഓഫ് ദിസ് ട്രേഡ്. അതായത് പതിയെ പോർച്ചുഗീസുകാർ അറബ്സിനെയൊക്കെ പുറത്താക്കിയിട്ട് അവരിതിൻ്റെ കൺട്രോൾ എടുത്തെടുത്തു. ഇൻകം ഫ്രോം ദ ട്രേഡ് സ്ട്രെങ്തൻ ദ നേഷൻസ് എക്കണോമി. അതായത് ഈ ട്രേഡിൽ നിന്നും കച്ചവടത്തിൽ നിന്നുള്ള ഇൻകം രാജ്യത്തിൻ്റെ എക്കണോമിയെ വളരെയായിട്ട് ശക്തമാക്കിയിട്ടുണ്ട്. ചൈനീസ് പോട്ടറി ഫൗണ്ട് ഇൻ ദ സിറ്റി ഇൻഡിക്കേറ്റ്സ് ട്രേഡ് റിലേഷൻ വിത്ത് ചൈന. ചൈനീസ് പോട്ടറി, അതായത് ചൈനയിൽ നിന്നുള്ള പാത്രങ്ങൾ, മൺപാത്രങ്ങളൊക്കെ ഈ ചൈനയുമായിട്ട് ഇവർക്കുണ്ടായിരുന്ന ട്രേഡ് റിലേഷനെ സൂചിപ്പിക്കുന്നതാണ്. അടുത്തായിട്ട് പേജ് നമ്പർ 22 ആണ്. അവിടെ 2 ചിത്രങ്ങൾ വന്നിരിക്കുന്നു. അത് ഹസാര രാം ടെമ്പിൾ ഹംപിയാണ്, അതുപോലെ തന്നെ വിറ്റാര സ്വാമി ടെമ്പിൾ ഹംപി. ഇത് രണ്ടും ഹംപിയിലെ പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ്. അടുത്ത പേജ് നമ്പർ 23 നോക്കാം. ഡ്യൂറിങ് ദ വിജയനഗര പീരീഡ് ദ കൾച്ചറൽ ലൈഫ് വാസ് ഓൾസോ മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ്. അതായത് വിജയനഗര പീരീഡിൽ കൾച്ചറൽ ലൈഫിനും വളരെയധികം പ്രോഗ്രസ് ഉണ്ടായി. മെനി സ്കൂൾസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദി സ്റ്റഡി ഓഫ് വേദാസ് ആൻഡ് ശാസ്ത്രാസും. ഒരുപാട് സ്കൂളുകൾ, വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിക്കാനായിട്ട് ഒരുപാട് സ്കൂളുകളുണ്ടായിരുന്നു. ദ വിജയനഗര പീരീഡ് വിറ്റ്നസ്ഡ് ദ അൺപ്രസിഡൻറ്റഡ് ഗ്രോത്ത് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്സ്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. അതായത് വിജയനഗര പീരീഡിൽ ആർട്ടിനും ആർക്കിടെക്ചറിനും സ്കൾപ്ചറിനും ലിറ്ററേച്ചറിനും മ്യൂസിക്കിനും ഒക്കെ വളരെയധികമായിട്ടുള്ള ഒരു വളർച്ചയുണ്ടായി. കിങ്സ് ലൈക്ക് കൃഷ്ണദേവരായ വെയർ പാറ്റേൺ ഓഫ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. അതായത് കൃഷ്ണദേവരായ പോലെയുള്ള രാജാക്കന്മാർ ആർട്ടിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയൊക്കെയുള്ള ഒരു ഉപാസകരായിരുന്നു. ദ ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ഡൊമിനൻറ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതായത് ഈ പീരീഡിലെ ഒരു സ്കൾപ്ചറിൻ്റെ, അതായത് നിർമ്മാണ രീതി എന്ന് പറയുന്നത് ദ ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചറാണ്. അത് നമുക്ക് പഠിക്കണം. അതെന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ വിജയനഗര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ. അതായത് വിജയനഗരയിലെ അവിടുത്തെ സ്കൾപ്ചറിൻ്റെ സ്റ്റൈൽ, അല്ലെങ്കിൽ ശില്പനിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ നിർമ്മാണ രീതികളുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ദ ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചറാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് വിജയനഗര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ദ ജിഗാൻറ്റിക് ടെമ്പിൾ ഗേറ്റ് നോൺ ആസ് ഗോപുരാസ്. അതായത് മറ്റൊരു പ്രത്യേകത, വിജയനഗരയിലെ മറ്റൊരു സ്കൾപ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ജിഗാൻറ്റിക് ടെമ്പിൾ ഗേറ്റ്, അതായത് ഭീമാകാരമായ അമ്പലങ്ങളുടെയൊക്കെ ഗേറ്റുകൾ, ഗോപുരങ്ങൾ, അതിനെ പറയുന്നത് ഗോപുരാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ വിജയനഗര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ, അതായത് വിജയനഗര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഗോപുരാസ് ആണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ അവിടുന്ന് പഠിക്കണം. അതായത് വിജയനഗര പീരീഡിലെ സ്കൾപ്ചറിൻ്റെ പ്രത്യേകത ദ ദ്രാവിഡൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചറാണ്. അവിടുത്തെ സ്കൾപ്ചറിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഗോപുരാസ് ആണ്. അപ്പോൾ നമുക്ക് 2 ചിത്രം തന്നിരിക്കുന്നു. വിരൂപാക്ഷ ടെമ്പിൾ ഇൻ ഹംപിയാണ്, അതുപോലെ തന്നെ ലോട്ടസ് മഹൽ ടെമ്പിൾ ഹംപിയാണ്.
അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ അന്നത്തെ നിർമ്മാണ രീതികളുടെ പ്രത്യേകത പറയാനായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗര എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങളിലൂടെ ഉണ്ട്. ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ ഓൾസോ മെയ്ഡ് ട്രമെൻഡസ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതായത് ലിറ്ററേച്ചറിന് ഇവരുടെ കാലഘട്ടത്തിൽ നല്ല പുരോഗതി ഉണ്ടായി. തെലുങ്ക് ലിറ്ററേച്ചർ വാസ് ദ മോസ്റ്റ് ഫ്ലറിഷ്ഡ് വൺ. തെലുങ്ക് ലിറ്ററേച്ചറാണ് ഏറ്റവും കൂടുതലായിട്ട് വികസിച്ചത്. ന്യൂമറസ് സാൻസ്ക്രിറ്റ് വർക്ക്സ് വെയർ ഓൾസോ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി റീജിയണൽ ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഒരുപാട് സംസ്കൃതത്തിലുള്ള കൃതികളൊക്കെ ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ റീജിയണൽ ലാംഗ്വേജിലായിട്ട് തെലുങ്കിലേക്കും തമിഴിലേക്കും ഒക്കെ ആയിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റിയിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. അതാണ്ട് ആ മൂന്നാമത്തെയാണ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കമ്പയറിങ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ മുഗൾ ആൻഡ് വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. വിജയനഗരയിലെ മുഗൾ ഡൈനാസ്റ്റിയിലെയും കോമൺ ഫീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേഷനിലെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ആദ്യത്തേത് മുഗൾ അഡ്മിനിസ്ട്രേഷന്, അടുത്തത് വിജയനഗര അഡ്മിനിസ്ട്രേഷൻ, അടുത്ത് മൊണാർക്കി, അത് ഇവിടെ അത് തന്നെയാണ് മൊണാർക്കിയാണ്. പിന്നെ അവിടെ മുഗൾ ഡൈനാസ്റ്റിയിലെ മൻസബ്ദാരിയാണ്. വിജയനഗരയിൽ അത് അമരനായിക സിസ്റ്റമാണ്. അതുപോലെ തന്നെ മുഗൾ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ സുബ സർക്കാർ പെർഗാന ഗ്രാമയാണ്. ഇവിടെ വിജയനഗരയിലേക്ക് വരുമ്പോൾ അത് മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമയാണ്. അടുത്തതായിട്ട് മുഗൾ അഡ്മിനിസ്ട്രേഷനിലുള്ളത് നോ സെപ്പറേറ്റ് കോഡ്സ് ആണ്. വിജയനഗര അഡ്മിനിസ്ട്രേഷനിൽ വരുമ്പോൾ കോഡ്സ് അറ്റ് വേരിയസ് ലെവൽ, കോഡുകൾ പലതരത്തിലുള്ള കോടതികളുണ്ടായിരുന്നു. മുഗൾ അഡ്മിനിസ്ട്രേഷനിലെ മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് വെയർ അപ്പോയിൻറ്റഡ് ടു അഡ്വൈസ് ദ കിങ്. കിങ്ങിനെ അഡ്വൈസ് ചെയ്യാനായിട്ട് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ടായിരുന്നു. ഇവിടെ വിജയനഗരം വരുമ്പോൾ അതെന്താണ്, ക്യാബിനറ്റ് ടു ഹെൽപ്പ് ദ കിങ്, രാജാവിനെ സഹായിക്കാനായിട്ട് ഒരു ക്യാബിനറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് മുഗൾ ഡൈനാസ്റ്റിയുടെയും വിജയനഗര ഡൈനാസ്റ്റിയുടെയും അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിലുള്ള കമ്പാരിസൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിലുള്ളത്. അപ്പോൾ ഈ പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക്